ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫോണിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ആ ഫോണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും, അതായത് ആൻഡ്രോയിഡ് വെർഷൻ, സെക്യൂരിറ്റി പാച്ച്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ എത്ര സ്റ്റോറേജ് ഉണ്ട്. സ്റ്റോറേജ് മീൻസ് നമ്മുടെ ഫോണിലൊക്കെ 16 GB ആണ് സ്റ്റോറേജ് എങ്കിൽ 16 GB ഫുൾ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ എത്ര സ്റ്റോറേജ് ഉണ്ട്, അതുപോലെ തന്നെ റാം എത്ര GB അവൈലബിൾ ആണ്, നമുക്ക് പറയുന്നതിനും എത്ര വ്യത്യാസമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഫോണിലെ സെൻസേഴ്സ്, കുറേ സെൻസേഴ്സ് നമ്മുടെ ഫോണിലുണ്ട്, അവയൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ഫോണിലെ ടച്ച്, എല്ലാ സ്ഥലത്തും നമ്മുടെ ഫോണിലെ ടച്ച് പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ടോ, ഇതുപോലെ നമ്മുടെ ഫോണിലെ എല്ലാ ഡീറ്റെയിൽസും എല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് A to Z വിവരങ്ങൾ എന്ന് തന്നെ പറയാം. ഇവ മുഴുവനും ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അത്തരം ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഒരു ആപ്ലിക്കേഷൻ വളരെയധികം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കേസ്ട്രോ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ രണ്ട് സെക്ഷൻ കാണാൻ കഴിയും. സോഫ്റ്റ്വെയർ സെക്ഷനും ഹാർഡ്വെയർ സെക്ഷനും. നമുക്ക് ഓരോന്നായിട്ട് ജസ്റ്റ് എടുത്തിട്ട് സ്ക്രോൾ ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, സിസ്റ്റം എന്ന ഒരു സെക്ഷൻ എടുത്തപ്പോൾ അതിലെ വെർഷൻ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഐഡൻറ്റിഫയേഴ്സ്, മെമ്മറി, എത്ര സ്റ്റോറേജ് ഉണ്ട്, എക്സ്റ്റേണൽ മെമ്മറിയിൽ എത്ര സ്റ്റോറേജ് ഉണ്ട്, എത്ര നമുക്ക് അവൈലബിൾ ആണ്, അതിൽ എത്ര ഇപ്പോൾ സ്പേസ് ഉണ്ട്, ബാക്കിയുണ്ട്. പിന്നെ റാം ടോട്ടൽ എത്ര ഉണ്ട്, അതുപോലെ തന്നെ അവൈലബിൾ എത്ര ഉണ്ട്. 6 GB ആണ് പറയുന്നത്, പക്ഷേ 5.61 GB ആണ് ഇപ്പോൾ എനിക്ക് ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ അതുപോലുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ സിമ്മുമായിട്ട് ബന്ധപ്പെട്ട ഒരുവിധം എല്ലാ ഡീറ്റെയിൽസും, പ്രൈമറി സിം ഏതാണ്, സെക്കൻഡറി സിം ഏതാണ്, അതുപോലെ തന്നെ അതിൻ്റെ ICC ID, അതുപോലെ തന്നെ കുറേ ടെക്നിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ നെറ്റ്വർക്ക് എന്ന സെക്ഷൻ എടുത്താൽ ഏത് ടൈപ്പ് നെറ്റ്വർക്കാണ്, അതിൻ്റെ സ്റ്റേറ്റ് എന്താണ്, സ്റ്റാറ്റസ് എന്താണ്, ബാൻഡ് വിഡ്ത്ത് എന്താണ്, അൽഗോരിതംസ്, അതുപോലെ തന്നെ വൈഫൈ ആണെങ്കിൽ വൈഫൈ ഓൺ ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ജസ്റ്റ് വൈഫൈ ഓഫാണ്. പിന്നെ കൊഡക്സ് എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് അത്രയ്ക്ക് നിങ്ങൾ വളരെ മൈന്യൂട്ടായിട്ട് പോവുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ആവശ്യമുണ്ടാവും എപ്പോഴെങ്കിലും. പിന്നെ DRM എന്ന് പറയുന്ന സെക്ഷൻ, ഇവയൊന്നും ഞാൻ അത്ര നോക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. പിന്നെ സെക്യൂരിറ്റി, നമ്മുടെ ഫോണിൻ്റെ സെക്യൂരിറ്റി ലെവൽസ്, സെക്യൂരിറ്റീസും, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് കീ, അതുപോലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും. പിന്നെ ഹാർഡ്വെയർ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ജസ്റ്റ് ഡിവൈസ്, പ്രൊസസ്സർ, അതുപോലെ തന്നെ അങ്ങനെ കുറേ സെക്ഷൻസ് ഉണ്ട്. അതിൽ മോഡലുണ്ട്, ഡിസ്പ്ലേ, ആസ്പെക്ട് റേഷ്യോ, ഫോർമാറ്റ്, ഫ്രെയിം റേറ്റ്, ഡെൻസിറ്റി, sRGB, HDR ഇതൊക്കെ സപ്പോർട്ടഡ് ആണോ നോൺ സപ്പോർട്ടഡ് ആണോ, എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ്. പ്രൊസസ്സർ എടുക്കുകയാണെങ്കിൽ അതിലെ കോഴ്സ്, പിന്നെ എന്താ പറയുക, ഫസ്റ്റ് ക്ലസ്റ്റർ, സെക്കൻഡ് ക്ലസ്റ്റർ, അങ്ങനെ പല ഡീറ്റെയിൽസും നമുക്ക് പ്രൊസസ്സറുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ കഴിയും. സത്യത്തിൽ ചിലപ്പം ഇത്രയ്ക്ക് ഡീറ്റെയിൽസ് നമ്മുടെ ഒരു ഫോൺ ബൈ ചെയ്യുന്ന, സപ്പോസ് ഫ്ലിപ്കാർട്ട് ആണെങ്കിൽ അതിൽ കൂടി നമുക്ക് കാണാൻ സാധ്യത വളരെ കുറവാണ്, ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ. നമ്മൾ ബാറ്ററി എടുക്കുകയാണെങ്കിൽ ബാറ്ററിയുടെ ഹെൽത്ത്, പിന്നെ റിമൈനിങ് കപ്പാസിറ്റി, ഡിസ്ചാർജ് റേറ്റ് എത്രയാണ്, എത്ര റേറ്റിലാണ് നമ്മൾ ബാറ്ററി ഡിസ്ചാർജ് ആകുന്നത്. സെൻസേഴ്സ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ എല്ലാ സെൻസേഴ്സും ഇവിടെ കാണാൻ കഴിയും. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രാഫ് കാണാൻ കഴിയും. ആ സെൻസർ വർക്ക് ചെയ്യുന്ന ഒരു ഗ്രാഫ് കാണാൻ കഴിയും. ജസ്റ്റ് ഓരോ സെൻസറും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പം സപ്പോസ് പ്രോക്സിമിറ്റി സെൻസർ ആണെങ്കിൽ ആ സെൻസറിൻ്റെ അടുത്തേക്ക് നമ്മളൊന്ന് കൈ കൊണ്ടുപോയാൽ ആ ഗ്രാഫിലുണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ കഴിയും. അപ്പോൾ പ്രോക്സിമിറ്റി സെൻസർ എടുത്തിട്ട് ജസ്റ്റ് ആ സെൻസറിൻ്റെ മേലെ കൂടെ ജസ്റ്റ് ഒന്ന് നമ്മുടെ വിരളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവോ ജസ്റ്റ് മൂവ് ചെയ്യിച്ച് നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫിൽ വരുന്ന വ്യത്യാസം ഇവിടെ കാണിച്ചു തരാം. ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ആണ്, അതുകൊണ്ടാണ് മൂവ് ചെയ്യുന്ന വസ്തു നിങ്ങൾ കാണാത്തത്. സോ ഇത് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൻ്റെ തൊട്ടുമുകളിലെ സെൻസറാണ്, അതുകൊണ്ടാണ് ഈ നോട്ടിഫിക്കേഷൻ ബാർ ഇങ്ങനെ താഴോട്ടാവുന്നത്. ഗ്രാഫ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി വാരി ചെയ്യുന്ന കാണാം. അത് ഞാനിങ്ങനെ വിരൽ ആ സെൻസറിൻ്റെ മേലെ കൂടെ കൊണ്ടുപോകുമ്പോഴാണ്. സോ അതിൻ്റെ ഇടയ്ക്ക് നോട്ടിഫിക്കേഷൻ ബാർ അറിയാണ്ട് കൈ തട്ടിയിട്ടാണ് താഴോട്ടാവുന്നത്. അടുത്തത് ലൈറ്റ് സെൻസ് ചെയ്യുന്ന സെൻസറിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നമ്മുടെ റൂമിലൊക്കെ ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചിട്ട് ഇതിലെ ഗ്രാഫ് നമുക്ക് ചേഞ്ച് ചെയ്യുന്നത് കാണാൻ കഴിയും. ജസ്റ്റ് നിങ്ങൾ റൂമിലെ ലൈറ്റ് ഓഫും ഓണും ചെയ്ത് നോക്കിയാൽ മതി. അതിനനുസരിച്ച് നമ്മുടെ ഗ്രാഫ് ഇവിടെ ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. അടുത്ത സെക്ഷൻ ക്യാമറയുടെ സെക്ഷനാണ്. അതായത് നമ്മുടെ ഫ്രണ്ട് ക്യാമും ബാക്ക് ക്യാമും, ഇതിൻ്റെ ഡീറ്റെയിൽസ്, എന്തൊക്കെ സ്പെസിഫിക്കേഷനാണുള്ളത്, റെസൊല്യൂഷൻ തുടങ്ങി ഏറ്റവും വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ, ഷട്ടർ സ്പീഡും എല്ലാം തന്നെ ഇതിൽ നമുക്ക് അവൈലബിൾ ആണ്. ഫോക്കൽ ലെങ്ത്ത്, അതുപോലെ തന്നെ സീൻ മോഡ്സ്, ലാൻഡ്സ്കേപ്പ്, സ്നോ, ബീച്ച്, സൺസെറ്റ്, നൈറ്റ്, പോർട്രേറ്റ്, ഇതുപോലെ എന്തൊക്കെ മോഡ്സ് നമുക്ക് അവൈലബിൾ ആണ്.
ഇതുപോലുള്ള ഓട്ടോ ഫോക്കസ് ഉണ്ടോ, അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഫ്രണ്ട് ക്യാമിനെ കുറിച്ചും ബാക്ക് ക്യാമിനെ കുറിച്ചും ഒരേപോലെ നമുക്ക് ഇതിൽ മനസ്സിലാവും. പിന്നെ തെർമൽ എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്, അത് നമ്മുടെ ഫോണിൻ്റെ ടെമ്പറേച്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ സെൻറ്ററിൽ ടൂൾസ് എന്നൊരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ക്രീനിലെ നമ്മുടെ ടച്ച് എങ്ങനെയാണ് ജസ്റ്റ് എന്താ പറയുക, ഈ ഫോണിലെ ടച്ച് എല്ലായിടത്തും ഒരേപോലെ വർക്ക് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് നോക്കാൻ പറ്റും. ഇത് എക്സ്പോർട്ട് ഇൻഫർമേഷൻ എന്നൊരു സെക്ഷനാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിലെ എല്ലാ ഡീറ്റെയിൽസും ജസ്റ്റ് ഒരു ഫയലായിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു സെക്ഷനാണ് എക്സ്പോർട്ട് ഇൻഫർമേഷൻ എന്നത്. ഞാനിവിടെ ജസ്റ്റ് നേരത്തെ പറഞ്ഞ ഈ ടച്ച് എല്ലാ ഭാഗത്തും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇവിടെ ഇങ്ങനെ നമ്മൾ ടച്ചിൻ്റെ ഓരോ ഭാഗത്തോടെയും വിരൽ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ ഒരു ലൈൻ വരും, ഒരു ഡോട്ട് വരും, റൗണ്ട് വരും, സർക്കിൾ. അത് എന്താ പറയുക, നമ്മൾ എവിടെയൊക്കെ ടച്ച് ചെയ്യുന്നു അവിടെയൊക്കെ വരികയാണെങ്കിൽ അവിടെ ടച്ച് പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സിമ്പിളാണ്. സോ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഫോണിൽ ഏതെങ്കിലും ഒരു ഫോണൊക്കെ നമ്മൾ സെക്കൻഡൊക്കെ ബൈ ചെയ്യുമ്പോൾ ഇത് വളരെ ആവശ്യമായിട്ട് വരും. ഏതെങ്കിലും ചിലപ്പോൾ നമ്മൾ ഗെയിം കളിക്കുമ്പോഴേക്കും ചിലപ്പം ഏതെങ്കിലും ഒരു പോർഷൻ വർക്ക് ചെയ്യാത്തതായിട്ട് തോന്നുക. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രീമിയം വെർഷൻ ക്യാഷ് കൊടുത്തിട്ട് ഉപയോഗിക്കാവും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് വീഡിയോയുടെ താഴെ കമന്റ് ഇടുക. പിന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ലൈക്കിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 250 ലൈക്സ് ആണ്. സോ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്